നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലടക്കം വലിയ പ്രതീക്ഷയോടുകൂടി മത്സരത്തെ സമീപിച്ച BJPക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് UDF 18 സീറ്റുകളിൽ തേരോട്ടം നടത്തുന്നുണ്ട്. ഒരു സീറ്റിൽ മാത്രമാണ്, അതായത് ആലത്തൂരിൽ മാത്രമാണ് LDFന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നത്. ഒരു കനലൊരു തരി മതി എന്ന് കഴിഞ്ഞ 2019 തെളിയിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2019 ആലപ്പുഴയിൽ AM ആരിഫ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് K രാധാകൃഷ്ണൻ മന്ത്രിയിൽ ഒതുങ്ങി നിൽക്കുന്നു. ആലത്തൂരിൽ ഏകദേശം 20,000-ലധികം വോട്ടുകളുടെ ലീഡിലാണ് ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുന്നത്, അല്ലെങ്കിൽ സീറ്റ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മത്സരവേദിയാണ്. എപ്പോഴും 2014-ലും 2019-ലുമൊക്കെ അത് നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ എപ്പോഴും തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത് എപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെയും രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ രാജീവ് ചന്ദ്രശേഖർ, അല്ലെങ്കിൽ NDAയുടെ മുന്നണിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ 23,000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതൊക്കെ മറിയുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ്. ബാക്കിയുള്ള 1,00,000-ലധികം വോട്ടുകൾ മാത്രം എണ്ണാനുള്ള സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ ലീഡ് എന്ന് പറയപ്പെടുന്നത് 12,000-ലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സൂചന. അതാണ് ഞാൻ പറഞ്ഞത്, മറിയുന്ന ഒരു ഘടകമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ജനങ്ങളുടെ മനസ്സ് പലപ്പോഴും അത്തരത്തിൽ തന്നെയാണ് എത്തുന്നത്. 13,000-ലധികത്തിലേക്ക് ശശി തരൂരിൻ്റെ ലീഡ് നില ഉയരുന്നു. ഇനി കുറച്ച് വോട്ടുകൾ, ഏകദേശം 70,000-ലധികം വോട്ടുകൾ മാത്രമായിരിക്കും എണ്ണാനുള്ളത്. ആ സമയത്തിനാണ് 13,000-ലധികത്തിലേക്ക് ലീഡ് നില വർദ്ധിപ്പിച്ചുകൊണ്ട് ശശി തരൂർ തേരോട്ടം നടത്തുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു രീതി മൂന്നാം വട്ടം ഹാട്രിക്ക് നേടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാം വട്ടം 2014-ലും 2019-ലും 2024-ലും ശശി തരൂർ തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ സാരഥിയാവാൻ പലപ്പോഴും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിയോഗം തന്നെയായിരിക്കുമോ 2024-ൽ ഇപ്പോഴുമുള്ളത് എന്ന് അറിയുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ വിജയം ഉറപ്പിക്കുവാൻ ആയിട്ടില്ല. പക്ഷേ ആ ലീഡ് നില മറിയുകയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വിജയസാധ്യത ഏകദേശം 23,000-24,000-ഓളം ലീഡുകൾ മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പലപ്പോഴും രാജീവ് ചന്ദ്രശേഖരനുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചുവരവ് നടത്തുകയായിരുന്നു ശശി തരൂർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 13,000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ശശി തരൂർ. അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ സാരഥിയാകുവാനുള്ള നിയോഗം വീണ്ടും ശശി തരൂരിലേക്ക് എത്തുമോ എന്നറിയണമെങ്കിൽ നിമിഷങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. ഏതാനും നിമിഷങ്ങൾക്ക് അത് തിരിച്ചറിയുവാൻ കഴിയും. മാത്രമല്ല 18 സീറ്റുകളിൽ UDF അവരുടെ വ്യക്തമായിട്ടുള്ള ലീഡ് നേടി മുന്നോട്ട് പോകുന്നുണ്ട്. ആകെ 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂർ, അത് സുരേഷ് ഗോപി വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും 70,000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് ആലത്തൂരിലാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്. K രാധാകൃഷ്ണൻ്റെ ലീഡ് നില എന്ന് പറയപ്പെടുന്നത് 21,000-ലേക്ക് കടക്കുന്നു. എന്തായിരുന്നാലും ഈ 2 സീറ്റുകൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 18 സീറ്റുകളും UDFനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നു. കൊല്ലം, എറണാകുളമൊക്കെ ചരിത്ര സംഭവങ്ങളിലേക്ക് പോകുന്നു. 2,00,000-ലധികം വോട്ടിന് ഹൈബി ഈഡൻ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യവും. അങ്ങനെ 18 സീറ്റുകളിലും വ്യക്തമായിട്ടുള്ള ലീഡ് നേടി മുന്നോട്ട് പോവുകയാണ് UDF. അതിൽ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 13,000-ലധികം വോട്ടുകൾക്ക് ശശി തരൂർ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇനി വിജയപ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ ശശി തരൂരിന്. പക്ഷേ എങ്കിലും വിജയിയായി പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ വിജയം നേടുവാനോ ഉള്ള സമയമായിട്ടില്ല, സമാഗതമായിട്ടില്ല. ഇനിയും കുറച്ച് നിമിഷങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമേ ശശി തരൂർ വിജയിക്കുമോ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ എന്ന് അറിയാൻ കഴിയൂ.